അതിർകാലി കിച്ചൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പച്ചമുളക് കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണും, പച്ചമുളക് അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു 1/4 കിലോ അളവിലാണ് പച്ചമുളക് എടുത്തിട്ടുള്ളത്. അതിനെ ഇങ്ങനെ കത്രിക വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. മറ്റേത് ചിലപ്പോൾ നമ്മൾ ഈ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ചിലപ്പോൾ നീറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കത്രിക കൊണ്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 5 വെള്ളുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിവേപ്പില, കായം, വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കിച്ചണിൽ ചെന്നിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു അളവിൽ മതിയാവും. എന്നിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ പച്ചമുളകാണെന്ന് കരുതിയിട്ട് ഈ അച്ചാറിന് ഭയങ്കരമായിട്ടുള്ള എരിവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു 5 വെള്ളുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. അതിനൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇത് എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനും അനിയനും ഒക്കെ പച്ചമുളക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാ ഓണത്തിനും അമ്മ ഇവർ ചെല്ലുന്ന സമയത്തേക്ക് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്ന കറികളെല്ലാം. ചിലര് ചെറിയ ഉള്ളി ആഡ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇവിടുത്തെ അമ്മ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ കറിവേപ്പിലയും വെളുത്തുള്ളിയും എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പച്ചമുളക്, മെയിൻ താരമായിട്ടുള്ള പച്ചമുളക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുക. നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ എരിവ് ഉണ്ടാവും. അപ്പോൾ എരിവ് അറിയാണ്ടിരിക്കാനും കൂടെയാണ് നമ്മളിതുപോലെ നല്ലതായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിതിനെ ചൂടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഒന്ന് നമ്മൾ മുളകല്ലേ, അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കും ഒന്ന് പുകച്ചിലൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും വീട്ടിൽ തന്നെ ഇതുപോലെ പച്ചമുളക് അച്ചാറൊന്നും ഇതുവരെ ഇട്ട് നോക്കാത്തവർ വീട്ടിൽ തന്നെ സ്വന്തമായിട്ടൊന്ന് ഇട്ട് നോക്കുക. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ മറക്കാതെ തന്നെ എൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓൾ എന്ന് പറയുന്ന ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഇപ്പോൾ ഇതേ നമ്മുടെ പച്ചമുളകെല്ലാം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇനി പൊടി ഐറ്റംസാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചമുളകാണെങ്കിൽ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ്. എന്നതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ്. കായപ്പൊടി ഏകദേശം ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും അതിൻ്റെ ആ പച്ച ചുവയൊക്കെ മാറുന്നവരെ നല്ലതുപോലെ നമുക്കത് മിക്സാക്കി എടുക്കാം. അപ്പോൾ എണ്ണ കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഈ മുളക് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ നമുക്ക് ഇത്രയാണെന്ന് കറക്റ്റായി പറയാൻ പറ്റുകയില്ല. കാരണം ഇതിൽ ഓരോരുത്തർക്കും ഓരോരോ അളവിലാണ് ഉപ്പും പഞ്ചസാരയുടെയൊക്കെ ഒരു ഇതെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, കുറവ് വേണമെങ്കിൽ കുറച്ചിട്ടാൽ മതി. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക്
നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3/4 കപ്പ് അളവിൽ പിഴിപുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നിട്ട് നല്ലതുപോലെ നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കണം. ആ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇനി ആ പുളി നല്ലതുപോലെ നമ്മുടെ ഇതിൻ്റെ അകത്ത് അബ്സോർബായി വരണം. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതായിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കിയില്ലേ? ഇതേ കണ്ടോ, നല്ലതുപോലെ നമ്മുടെ പുളിയെല്ലാം നല്ലതുപോലെ അതിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊന്നുമില്ല, നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓളെന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.